ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശ്ലോകം 32, അധ്യായം 9, സ്കന്ധം 1. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗദേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവാ പ്രവാഹ ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരലഗകുല വൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ നവദ്യാ യുദിതുരഗരജോ വിധുമ്രവിശ്വക് കചലുലിതാശ്രമവാര്യലം കൃതാസ്യേ മമ നിശിതശരേർ വിഭിദ്യമാനാ ത്വചി വിലസത് കവചേസ്തു കൃഷ്ണ ആത്മാ. 35 നമുക്ക് തുടങ്ങാം. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരതം നിവേശ്യ സ്ഥിതവതി പരസൈനികായോരക്ഷ്ണാ ഹൃതവതി പാർത്ഥസഖേരതിർ മമാസ്തു. 35 വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. സപതി സഖിവചോ നിശമ്യ മധ്യേ നിച്ഛപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനിക ആയുരക്ഷ്ണാ ഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. വിവർത്തനം. ശ്രീലപ്രഭുപാദി ജയ്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ മിത്രത്തിന്റെ ആജ്ഞ അനുസരിച്ച് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെയും ദുര്യോധനന്റെയും സൈനികർക്ക് മധ്യേ പ്രവേശിക്കുകയും അവിടെ സ്ഥിതനായിരിക്കുമ്പോൾ പ്രതിയോഗികളുടെ ആയുസ് കൃപാപുരസ്സരമായ കടാക്ഷത്താൽ ന്യൂനീകരിക്കുകയും ചെയ്തു. ശത്രുവിനെ വെറുതെ കടാക്ഷിക്കുക വഴിയാണ് അവിടുന്ന് ഇത് ചെയ്തത്. ആ കൃഷ്ണനിൽ എന്റെ മനസ്സ് ഏകാഗ്രമായിരിക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. സപതി, സപതി എന്ന് പറയുമ്പോൾ യുദ്ധക്കളത്തിൽ സഖി വച്ച, സഖി, ഇവിടെ സഖ ആരാണ്? കൃഷ്ണന്റെ സഖ അർജുനൻ. അർജുനന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ പറഞ്ഞതനുസരിച്ച് അർജുനൻ എന്താണ് പറഞ്ഞത്? ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടു അല്ലേ, പഠിച്ചിട്ടുണ്ട്. അതായത് സൈന്യത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോയി രഥം നിർത്താൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ അർജുനൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കില്ല, അത്രമാത്രം. അതായത് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കേൾക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. കാര്യം കോടിക്കണക്കിന് ആളുകൾ, അതായത് അവിടെ ആളുകളും കുതിരകളും രഥങ്ങളും, അങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധം. അവിടെ ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് ശബ്ദം കേൾക്കില്ല. അത്രമാത്രം പറയുന്നു. 60 കോടി ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആളുകളും കുതിരകളും, അതനുസരിച്ച് കുതിരകളുണ്ട്, ആനകളുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ എങ്ങനെ ശബ്ദം കേൾക്കാനാണ്? അപ്പോൾ പറയുന്നു രഥത്തെ വലത്തോട്ട് കൊണ്ടുപോകണമെന്ന് അർജുനൻ പറയുകയാണെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൃഷ്ണന് കൊടുക്കുന്നത് പറയുന്നത് വലതുഭാഗത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ
വലതുഭാഗത്ത് ഒന്ന് ചവിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചവിട്ടുമ്പോൾ ഭഗവാൻ കൃഷ്ണന് മനസ്സിലാവും വലത്തോട്ടാണ് തിരിയേണ്ടതെന്നുള്ളത്. ഇടത്തോട്ട് പോകണമെങ്കിൽ ഇടത്ത ഭാഗത്ത്. ഒന്ന് ആലോചിക്കണം, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണനാണ് ഈ ഒരു റോൾ എടുത്തിട്ടുള്ളത്. അർജുനൻ്റെ ചവിട്ട് കൊള്ളുന്നു. അദ്ദേഹത്തിന് അത് സേവനമാണ്, അർജുനന് വേണ്ടി ചെയ്യുന്നൊരു സേവനമാണ്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തന് വേണ്ടി ചെയ്യുന്ന ഒരു സേവനം. എന്ത് പറയുന്നു അർജുനൻ, അത് അദ്ദേഹം ചെയ്യുന്നു. അതാണ് പറയുന്നത് സഖി വച്ച, സഖാവിൻ്റെ, കൂട്ടുകാരൻ്റെ വചനം അനുസരിച്ച് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നിഷമ്യ എന്ന് പറഞ്ഞാൽ കേൾക്കും സഖാവിൻ്റെ നിർദ്ദേശം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേട്ട് മധ്യേ, അതായത് സപതി എന്ന് പറയുമ്പോൾ ആ ഒരു യുദ്ധക്കളത്തിൻ്റെ നടുക്ക് കൊണ്ട് രഥം കൊണ്ട് നിർത്തുന്നു. നിജ പരയോർ ബലയോർ രഥം നിവേശ്യ. പിന്നീട് എന്താ സംഭവിക്കുന്നു? അവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനെയും കൊണ്ട് തേരിൽ കൊണ്ടുപോകുന്ന നടുക്കിൽ നിൽക്കുന്നു. ആ സമയത്ത് കുരുക്ഷേത്ര അർജുനനാണെങ്കിൽ എല്ലാവരെയും നോക്കി കാണുന്നു, എതിർവശത്തുള്ള ആളുകളെയും, ആരൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ മുഴുവനും അവിടെയുള്ള യോദ്ധാക്കളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനനും കൃഷ്ണനും കാണുന്നു. അപ്പോൾ പറയുന്നു, ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിജപരയോർ ബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായു രക്ഷണ ഹൃതവതി പാർത്ഥസഖേ. ആ സമയത്ത് കൃഷ്ണനും കാണുന്നു എല്ലാവരെയും. പറയുന്നു ഭഗവാന്റെ ഒരു ദൃഷ്ടിയിലൂടെ തന്നെ കൗരവപക്ഷത്തിലുള്ള ആളുകളുടെ ആയുസ് കുറയുന്നു. അതായത് അവരുടെ മരണം, ആരൊക്കെയാണ് മരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന് മുമ്പ് തന്നെ അത് സംഭവിച്ചു. കാര്യം ഇത് ഭഗവാന്റെ നിശ്ചയമാണ്. നമുക്കറിയാം, അധർമ്മം പ്രചരിക്കാൻ ഭഗവാൻ അനുവദിക്കില്ല. അതിനുവേണ്ടി ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നു. ആ സമയത്ത് ഭഗവാന്റെ ഭക്തരെയും കൂടെ കൊണ്ടുവരുന്നു. അപ്പോൾ ഭക്തരും അതിൽ ഭഗവാനെ സഹായിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ കുരുക്ഷേത്ര യുദ്ധവും, അല്ലേ? നമുക്കറിയാം, പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതെല്ലാം, നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ദൃഷ്ടിയിലൂടെ തന്നെ അദ്ദേഹം കാണുമ്പോൾ തന്നെ നോക്കിയാൽ മതി അവരുടെ ആയുസ് കുറയാൻ. ആയുസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഭഗവാൻ അതിനുള്ള ശക്തിയുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഭഗവാന്റെ ആ ഒരു ദൃഷ്ടിയെക്കുറിച്ച്. അക്ഷണ സാധാരണ ഒരു ദൃഷ്ടിയല്ല അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹത്തിന് മഹാകൃപയാണ് ചൊരിയുന്നത്. കാര്യം ഈ നിൽക്കുന്ന ആളുകൾ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. അതായത് അവിടെ മരിച്ചിട്ടുള്ള എല്ലാവരും, കുരുക്ഷേത്ര യുദ്ധകളത്തിൽ മരിച്ചിട്ടുള്ളവർ, അവർക്കെല്ലാവരും ആത്മീയ ലോകത്തിലേക്ക് പോകാനുള്ള അവസരമാണ് ഭഗവാൻ കൊടുക്കുന്നത്. ഭഗവാനെ കണ്ടുകൊണ്ട് എന്താണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്? അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വ കലേവരം. മരിക്കുന്ന സമയത്ത് എന്നെ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറയുന്നു, അല്ലേ? ഇവിടെ ഭഗവാൻ കൃഷ്ണനെ നേരിട്ട് കാണുന്നു. ഇവരെല്ലാവരും ഭഗവാനെ കണ്ടുകൊണ്ടാണ്. അവർ മരിച്ചു വീഴുന്നുണ്ടാവും, പക്ഷേ ആ ഭഗവാന്റെ പ്രസൻസിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട് വളരെ ക്ലിയറായി, അവിടെയുള്ളവർക്ക് പോലും, അതായത് ഒരു യോഗ്യത ഇല്ലാത്ത ആളുകളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, അവർക്ക് പോലും ഒരു ചാൻസ് കിട്ടുവാണ്. അവരുടെ മുക്തിക്ക് കാരണമാവുന്നു. അപ്പോൾ ഭഗവാന്റെ ദൃഷ്ടി ഒരുപാട് ശക്തിയുണ്ട്. ആ ദൃഷ്ടിയിലൂടെ തന്നെ ആളുകളുടെ ആയുസ് കുറയാന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിലെ ആയുസ് മാറി പിന്നെ ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഭഗവാന്റെ മഹാകൃപയാണ് എന്നുള്ളതാണ് ഭീഷ്മ പിതാമഹൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയുന്നു, ആ ഭഗവാൻ കൃഷ്ണനെ ഓർക്കുവാൻ, അല്ലെങ്കിൽ ആ ഭഗവാൻ കൃഷ്ണൻ്റെ ആ സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട് ആരൊക്കെയാണ് എതിർവശത്തുള്ളത് എന്നുള്ളത്. ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹനും അങ്ങനെയുള്ള വലിയ വലിയ യോദ്ധാക്കളുണ്ട്. അതല്ലാതെ ദുര്യോധനും മറ്റുള്ള ആളുകളുമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഭഗവാന്റെ ആ അഹൈത്തുകമായിട്ടുള്ള കൃപ ഉള്ളതുകൊണ്ട്, അഹൈത്തുകമായിട്ടുള്ള കൃപയോടുകൂടി അദ്ദേഹം എന്ത് വേണമെങ്കിലും, അതായത് ഭഗവാന്റെ ഭക്തർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി, അവരെ സേവിക്കാൻ വേണ്ടി ഭഗവാൻ ഏത് റോളും എടുക്കുന്നു
എന്നാണ് പറയുന്നത്. അതായത് അർജുനൻ്റെ ഡ്രൈവറായി മാറുന്നതിൻ്റെ കാരണമാണ് പ്രഭുപാദ് പറയുന്നത്. അതായത് ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ഒരു സേവകനെ പോലെ എല്ലാം സേവനം ചെയ്തു കൊടുക്കും, പല സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രഭുപാദ് ഒരു ഉദാഹരണവും പറയുന്നു. എങ്ങനെയാണോ ഒരു കുട്ടി, ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയുടെ ആഗ്രഹങ്ങൾ ഒരു അച്ഛൻ സാധിപ്പിച്ചു കൊടുക്കുന്നത്, അതേപോലെ ഭഗവാന്റെ ശുദ്ധഭക്തരുടെ ആഗ്രഹം ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നു. അതെന്താണെങ്കിലും അദ്ദേഹം ചെയ്യാൻ തയ്യാറാണ്. ഭീഷ്മ പിതാമഹനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഭഗവാനെ സേവിക്കണമെന്നുള്ളത്. വീരരസത്തിൽ ഭഗവാനും ആഗ്രഹിച്ചു, വീരരസത്തിൽ ഭീഷ്മദേവൻ എന്നെ സേവിക്കണമെന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരവസരം ഭഗവാൻ കൊടുക്കുന്നു. അർജുനനും ആഗ്രഹിച്ചു ഭഗവാൻ കൂടെ വേണമെന്നുള്ളത്. അതനുസരിച്ച് ഭഗവാൻ എപ്പോഴും അർജുനൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ ഭഗവാൻ എന്താണോ ഭക്തർ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ നടത്തി കൊടുക്കുന്നു. അത് എന്ത് റോൾ വേണമെങ്കിൽ അദ്ദേഹം എടുക്കാൻ തയ്യാറാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം. ഒന്ന് ഓർത്തു നോക്കൂ. സുദാമ ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് പറയുന്നു ഭാഗവതത്തിൽ, ഭഗവാൻ കൃഷ്ണൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്തു പോയി കവാടത്തിൻ്റെ അവിടെ നിന്ന് കൈപിടിച്ച് സുദാമയെ അകത്തോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ ഇരിക്കുന്ന ആ ഒരു സിംഹാസനത്തിൽ കൊണ്ടിരുത്തുന്നു. സുദാമയുടെ താഴെ ഇരുന്ന് കാലുകൾ കഴുകി കൊടുക്കുന്നു. കഴുകിയ ആ ചരണാമൃതം അദ്ദേഹം കുടിക്കുന്നു. അവിടെയുള്ള രാജ്ഞിമാർക്ക് മേലെ തളിക്കുന്നു. ഇതെല്ലാം ചാമരം വീശി കൊടുക്കാൻ പറയുന്നു രുക്മിണിയോടും മറ്റുള്ളവരോടും. സുദാമയുടെ കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം പറയുന്നുണ്ട് ഭാഗവതത്തിൽ. പരമദീവോത്തമ പുരുഷനാണ് എന്നുള്ളത് ഓർക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭക്തരോടുള്ള സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. സുദാമയോട് പറയുന്നു, ഇത്രയും ദൂരത്തു നിന്ന് നടന്നു വരുവാണ്, ഒരുപാട് ചെരുപ്പും ഒന്നുമില്ല, പാതുകയില്ലാതെയാണ് വരുന്നത്, ഒരുപാട് ദിവസമായിട്ട് നടക്കുന്നതാണ്, എനിക്കറിയാം നല്ല വേദനയുണ്ടാവും, ഞാനതുകൊണ്ട് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ ചെയ്തു കൊടുക്കുന്നു. ഇതാണ് ഭഗവാന്റെ സ്നേഹം, കാരുണ്യം. അദ്ദേഹത്തിന് ഭക്തരോടുള്ള പ്രേമം, സ്നേഹം പറഞ്ഞറിയിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമ്മൾ തിരിച്ച് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖമുള്ള കാര്യം. നമ്മളാരും തന്നെ അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ 1% തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സംശയമാണ്. നമ്മൾ അദ്ദേഹത്തെ വേണ്ട, കാണണ്ട, എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞാലും അദ്ദേഹം വരുന്നുണ്ട് പരമാത്മാവായിട്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രമാത്രം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, എന്തും ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ നന്മ, നമ്മുടെ സന്തോഷം മാത്രമാണ് ഭഗവാന്റെയും സന്തോഷം. അത് മാത്രമാണ് അദ്ദേഹം നോക്കുന്നത്. ഇവിടെ 2ാമത്തെ പാരഗ്രാഫിൽ പ്രഭുപാദി പറയുന്നു, ഭഗവാന്റെ ആ ഒരു ദൃഷ്ടിയിലൂടെ, അവരുടെ ആ കാരുണ്യം നിറഞ്ഞിട്ടുള്ള ദൃഷ്ടിയാണ്, അതിലൂടെ അവിടെയുള്ള ആളുകളുടെ ആയുസ്സെല്ലാം കുറയുന്നു. അതിൻ്റെ അർത്ഥം അവർക്ക് മുക്തിക്കുള്ള ഒരു വഴിയാണ് ഭഗവാൻ തുറന്നു കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പ്രഭുപാദ എടുത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ അഹൈതുകമായിട്ടുള്ള കൃപ കൊണ്ട്, ആ ഒരു ദൃഷ്ടി കൊണ്ട് അവിടെയുള്ളവർക്കൊക്കെ മുക്തി കിട്ടി എന്നുള്ളത്. ഇല്ലെങ്കിൽ അവർക്കത് കിട്ടാനുള്ള യോഗ്യത ഇല്ലാത്തവരുമുണ്ട് കൂട്ടത്തിൽ. അവർക്ക് പോലും ഇതെല്ലാം സാധിക്കുന്നു ഭഗവാന്റെ കൃപ കാരണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം മുന്നോട്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം 36. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവദാദ്വിമുഖസ്യ ദോഷ ബുദ്ധ്യാ കുമതിമഹരദാത്മാ വിദ്യയായശ്ചരണരതി പരമസ്യത സ്യമേസ്തു. ഹരേ കൃഷ്ണ പ്രഭു. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവദാതിമുഖസ്യ
ദോഷബുദ്ധ്യാ പുമതിമകരദാത്മവിദ്യയാ ആചരണരതി പരമസ്യ തസ്യ മേസ്തു. വിവർത്തനം ശ്രീരാ പ്രഭുപാത്ര കി ജയ്. അർജുനൻ തന്റെ മുന്നിലുള്ള സേനാംഗങ്ങളെയും സൈന്യാധിപന്മാരെയും വീക്ഷിച്ച് അജ്ഞാനത്താൽ കളങ്കിതമായി കാണപ്പെട്ടപ്പോൾ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച് ആ അജ്ഞാനത്തെ ഉന്മൂലനം ചെയ്തു. അദ്ദേഹത്തിന്റെ പാദാംബുജങ്ങൾ സദാ എന്റെ ആകർഷണ വിഷയമായി ഭവിക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, അർജുനൻ വ്യവഹിത പൃതന മുഖം നിരീക്ഷ്യ സ്വജനവദാദ് വിമുഖസ്യ ദോഷബുദ്ധിയ. അർജുനൻ്റെ അവസ്ഥ നമുക്കറിയാം, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതായത് യുദ്ധം നടക്കുന്നേക്കാൾ മുമ്പ് അർജുനൻ കാർപ്പണ്യദോഷ അപഹതാ സ്വഭാവ, അതെ, അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പൃച്ഛാമി ത്വാം ധർമ്മസമൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയുന്നുണ്ട്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല കൃഷ്ണ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നെ സഹായിക്കൂ, ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നു. ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നു, അർജുനൻ താൽക്കാലികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ചെറിയൊരു പ്രശ്നം സംഭവിച്ചു. അതായത് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, ശരിയായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ. അതായത് ചെറിയൊരു അവിദ്യയുടെ ഒരു സമയം ഉണ്ടായിരുന്നു അർജുനന്. പ്രത്യേകിച്ചും ഈ എല്ലാവരെയും കണ്ടപ്പോൾ, അവിടെയുള്ള യുദ്ധക്കളത്തിലുള്ള എല്ലാവരെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതാണ് പറയുന്നത്, ഭീഷ്മ പിതാവിനോട് പറയുന്നത്, അവിടെ അവിദ്യ ഉണ്ടായി അർജുനനിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ അർജുനൻ ചെയ്യേണ്ട കാര്യം മനസ്സിലാവുന്നില്ല, ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്, ക്ഷത്രിയനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്, ഓടിപ്പോകാൻ പാടില്ല, അത് ഭഗവാന്റെ അത് ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് അർജുനന് അപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭീഷ്മ പിതാമഹനും അതിവിടെ അക്നോളജ് ചെയ്തുകൊണ്ട് പറയുവാണ്, ആ സമയത്ത് അർജുനൻ്റെ ബുദ്ധി ഭ്രഷ്ടം സംഭവിച്ച സമയമാണ്. എന്നാൽ ഈ പറയുന്ന യോദ്ധാക്കളെല്ലാം യുദ്ധക്കളത്തിൽ കണ്ടപ്പോൾ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ആത്മവിദ്യ പറഞ്ഞു കൊടുത്തു. അതാണ് ആത്മവിദ്യയാണ് ഭഗവത്ഗീത. കുമ്മതി അഹര ആത്മവിദ്യ പറഞ്ഞു കൊടുത്തു. അതായത് അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. അന്ധകാരത്തിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് അർജുനൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ ശരിയാക്കി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം അദ്ദേഹത്തെ ഉപദേശിച്ചു. അങ്ങനെ അർജുനൻ്റെ അവിദ്യ പോകുന്നു. ആ ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളിൽ ആയിരിക്കട്ടെ എൻ്റെ ഹൃദയം മുഴുവനും, എൻ്റെ മനസ്സ് മുഴുവനും എന്നുള്ളതാണ് ഭീഷ്മ പിതാമഹനിയുടെ സ്തുതിയിൽ പറയുന്നത്. ശ്രീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. എല്ലാവരും കുരുക്ഷേത്ര യുദ്ധകളത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് അത് അവരുടെ ഒരു കർത്തവ്യമാണ്, അത് ചെയ്യേണ്ടതാണ്. അത് അല്ലാതെ വെറുതെ ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാന്നുള്ളതല്ല. അതൊരു വേറെ ദുര്യോധനനും പാർട്ടിക്കും ഉള്ള ഉദ്ദേശം വേറെയായിരുന്നു. ഭഗവാൻ കൃഷ്ണനും പാണ്ഡവരുടെയും ഉദ്ദേശം വേറെയായിരുന്നു. അത് ധർമ്മത്തെ സ്ഥാപിക്കുക എന്നുള്ളൊരു ഉദ്ദേശം, അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. എന്നാൽ ഇവിടെ പ്രഭുപാദ് പറയുന്നു, ഇങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ ആവശ്യം ഉള്ളതാണ്, ധർമ്മയുദ്ധങ്ങൾ ആവശ്യമാണ് ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അത് അനിവാര്യമായിരുന്നു ഇതെല്ലാം. അപ്പോൾ എന്നാൽ മറിച്ച് അർജുനനും ദുര്യോധനനും രണ്ട് മെൻറ്റാലിറ്റി ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടി, അധർമ്മത്തെ മാറ്റി ധർമ്മത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ഭഗവാൻ ഇവിടെ ഇങ്ങനെയുള്ള ഇതെല്ലാം, ഈ യുദ്ധമെല്ലാം ആസൂത്രണം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ധർമ്മം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അർജുനൻ്റെ ആ ഒരു തീരുമാനങ്ങൾ അദ്ദേഹം ശരിക്കും എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിന് ശരിയാണോ തെറ്റാണോ എന്താണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയായി. ആ സമയത്ത് ഭഗവാൻ വേണ്ട ബുദ്ധിയും അദ്ദേഹത്തിന് കൊടുക്കുന്നു. ആത്മവിദ്യ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലൂടെ അർജുനനെ തിരിച്ചു കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ
ബുദ്ധി തിരിച്ച് കൊണ്ടുവരുന്നു. അതായത് ആത്മവിദ്യ പറഞ്ഞു കൊടുത്ത് അർജുനനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. അങ്ങനെ അർജുനൻ പിന്നെ വേണ്ട കാര്യം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പ്രഭുപാദ് ഒന്നും കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഭാവാർത്ഥത്തിൽ മെയിനായിട്ട് പറയുന്നത് അതാണ്. ഇനി നമുക്ക് നോക്കാം 37ാമത്തെ ശ്ലോകം. ഇത് അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. എല്ലാ ശ്ലോകവും നല്ലതാണ്. നോക്കാം. സ്വനിഗമപഹായ മത്പ്രതിജ്ഞാം ഋതമതികർത്തുമവാപ്ലുതോ രഥസ്ഥാ ദൃഢരഥചരണോ ഭ്യയാഗ്ജലാഗ്ദൂർ ഹരിരിവഹന്തുമിവം ഗതോ തരീയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കും. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം ഹൃതമതികർത്തുമവുപ്ലതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ഛലദ്ഗുർ ഹരിരിവഹന്തുമിഭം ഗതോത്തരീയ. വിവർത്തനം. എന്റെ പ്രതിജ്ഞ നിറവേറ്റുകയും സ്വന്തം ശപഥം പരിത്യജിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം രഥത്തിൽ നിന്നിറങ്ങി രഥചക്രം എടുത്തുകൊണ്ട് ദ്രുതഗതിയിൽ എന്റെ നേരെ സിംഹം ആനയെ കൊല്ലാനെന്ന പോലെ പാഞ്ഞടുത്തു. വരുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരീയം പോലും നിലത്തു വീണു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മനോഹരം. ഇവിടെ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്കറിയാം, കേട്ടിട്ടുള്ളതായിരിക്കും. എന്നാലും യുദ്ധം നടക്കുന്ന സമയത്ത് ഏകദേശം പകുതി ദിവസങ്ങളായി, 18 ദിവസങ്ങളാണ് യുദ്ധം നടന്നിട്ടുള്ളത്. ഏകദേശം പകുതി ദിവസമായിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. ദുര്യോധനൻ്റെ ഉള്ളിൽ ആദി വന്നു. അതായത് ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും ഒക്കെ ഉണ്ടായിട്ടും വേണ്ട കാര്യങ്ങൾ, അതായത് പാണ്ഡവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. ദുര്യോധനന് ഇടയിൽ ആദിയായി. അദ്ദേഹം ഭീഷ്മ പിതാമഹനെ ഒന്ന് ചൂട് കയറ്റാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തോട് പറയുന്നു, അങ്ങ് പക്ഷാഭേദം കാണിക്കാൻ പാടില്ല, അങ്ങ് ശരിക്കും ഇത് ചെയ്യണം. അതായത് യുദ്ധം ചെയ്ത് അങ്ങേക്ക് സാധിക്കുകയുള്ളൂ, പാണ്ഡവരെ നമുക്ക് അവസാനിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒന്നും കൂടെ കുറച്ചും കൂടെ ഭീഷ്മ പിതാമഹനെ ഒരു തരത്തിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ നേരിട്ട് പറയുന്നില്ല. ആ ഒരു പൊസിഷൻ ഭീഷ്മ പിതാമഹനുള്ളതുകൊണ്ട്. എന്നാൽ ഇൻഡയറക്റ്റ്ലി ഭീഷ്മ പിതാവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ വേണ്ട കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഭീഷ്മ പിതാമഹനെ കേട്ടപ്പോൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അദ്ദേഹം ക്ഷത്രിയനാണ്, അദ്ദേഹം അത്രയും വലിയൊരു യോദ്ധാവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു തീരുമാനമെടുക്കുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്, അതായത് കൃഷ്ണൻ അവിടെയുണ്ട്. കൃഷ്ണൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിലാണ്, സംരക്ഷണത്തിനാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിരിക്കും. എനിക്ക് സമയം നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പാണ്ഡവരെ എല്ലാവരെയും ഞാൻ കൊല്ലും എന്നുള്ള തീരുമാനം ഭീഷ്മ പിതാമഹൻ ആ ഒരു വാക്ക് ഇദ്ദേഹത്തോട് പറയുന്നു, ഞാനത് ചെയ്തിരിക്കും എന്ന് പറയുന്നു. ദുര്യോധനന് കേൾക്കേണ്ടതും ഇത് തന്നെയാണ്. അത് പറഞ്ഞ കൂട്ടത്തിൽ ഇദ്ദേഹം പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, അതിനുവേണ്ടി ഞാൻ 5 അസ്ത്രങ്ങൾ, അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നു, അദ്ദേഹം ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം 5 അസ്ത്രങ്ങൾ മാറ്റിവെക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഓരോ അസ്ത്രം ഉപയോഗിച്ചു 5 പേരെയും ഞാൻ, പാണ്ഡവരിൽ 5 പേരെയും ഞാൻ കൊല്ലും. നാളെ ഇത് സംഭവിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദുര്യോധനന് ഒരുപാട് സന്തോഷമായി. ഇതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആ സമയത്ത് ഒരു അതിബുദ്ധി തോന്നി ദുര്യോധനൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു, സന്തോഷം, ഇതാണ് ചെയ്യേണ്ടത്, പ്ലീസ് അത് നാളെ ചെയ്യണം. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ആ 5 അസ്ത്രങ്ങൾ 5 അമ്പുകൾ എനിക്ക് തന്നോളൂ, ഞാൻ നാളെ കാലത്ത് തരാം. ഇത് സംഭവിക്കുന്ന തലേ ദിവസം രാത്രിയാണ്. ദുര്യോധനൻ വിചാരിച്ചു, ഇനി ഭീഷ്മ പിതാമഹൻ്റെ ഒരു ചിന്താഗതി എങ്ങാനും മാറിയാലോ. കാര്യം ഭീഷ്മ പിതാമഹന് ഓൾറെഡി ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നുള്ളത്, പാണ്ഡവരോട് ഉണ്ട് എന്നുള്ളതാണ് ദുര്യോധനൻ വന്ന് സൂചിപ്പിച്ചത്. അതാണ് നേരത്തെ പറഞ്ഞത്. അതായത് അവരോട് ഒരു ചെറിയൊരു മയം തോന്നാൻ പാടില്ല. അതായത് ഇൻഡയറക്റ്റ്ലി പറഞ്ഞു, എനിക്കറിയാം അങ്ങേക്ക് അവരോടുള്ള സ്നേഹം, അതുകൊണ്ട് യുദ്ധത്തിൽ അത് കാണിക്കരുത് എന്നുള്ളതാണ് ഇവിടെ ദുര്യോധനൻ വന്ന് പറഞ്ഞത്. ഭീഷ്മ പിതാവിന് അത് തീരെ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഇഷ്ടമായില്ല പറഞ്ഞത്. അത് അദ്ദേഹത്തിന്
ക്ഷത്രിയനാണ്, ക്ഷത്രിയരുടെ രക്തം നമുക്കറിയാം, അത് തിളയ്ക്കും പെട്ടെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ലിനെ ചലഞ്ച് ചെയ്ത പോലെയാണ് ദുര്യോധനൻ സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നാളെ വേണ്ടത് ചെയ്യുമെന്നുള്ളത്. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചതും. 5 അമ്പുകൾ അതിനുവേണ്ടി അദ്ദേഹം മാറ്റിവെക്കുന്നു. ദുര്യോധനൻ അതിബുദ്ധി കാണിക്കുന്നു. ആ 5 അമ്പുകൾ തരാൻ പറയുന്നു. നാളെ ഞാൻ കാലത്ത് തരാമെന്ന് പറഞ്ഞു. ഭീഷ്മപിതാമൻ പറഞ്ഞു അത് ഇവിടെ ഇരുന്നാൽ കുഴപ്പം എന്താണ്? അദ്ദേഹം അല്ല, അതെൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിബുദ്ധി തോന്നിയതാണ് അദ്ദേഹം കൊണ്ട്. അദ്ദേഹത്തിൻ്റെ തലയണയുടെ അടിയിൽ വയ്ക്കുന്നു. അതേ സമയത്ത് കൃഷ്ണൻ പാണ്ഡവരുടെ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, അർജുന ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. കൃഷ്ണന് പരമാത്മായിട്ടുള്ള ഭഗവാൻ എന്താണ് അറിയാത്തത്? അവിടെ ഭീഷ്മ പിതാമൻ എടുത്തിട്ടുള്ള തീരുമാനം കൃഷ്ണന് മനസ്സിലായി. ദുര്യോധനൻ വന്ന് പോയതും ചോദിച്ചതും ഇങ്ങനെയെല്ലാം സംഭവിച്ചതും ദുര്യോധനൻ്റെ കയ്യിൽ അമ്പുണ്ട് എന്നുള്ളതൊക്കെ കൃഷ്ണന് മനസ്സിലായി. അപ്പോൾ ഉടനെ അർജുനോട് പറഞ്ഞു, എന്തായാലും ഇപ്പോൾ രാത്രിയാണ്, നീ ഒന്ന് ക്യാമ്പിലേക്ക് പോകണം, ദുര്യോധനൻ്റെ ക്യാമ്പിൽ പോയി ദുര്യോധനെ ഒന്ന് കാണണം. എന്നിട്ട് നീ ഒരു കാര്യം ദുര്യോധനോട് ചോദിക്കണം. ഓർമ്മയുണ്ടോ നിനക്ക് വനവാസ സമയത്ത് കുറച്ച് ദേവതമാരായിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു ആക്ച്വലി. അതായത് ഗന്ധർവന്മാരായിട്ടുള്ളൊരു ചെറിയൊരു യുദ്ധമുണ്ട്, നടക്കുന്നുണ്ട്. അതായത് ദുര്യോധനനെ അവർ ആക്രമിക്കുന്നുണ്ട്. ദുര്യോധന എന്തോ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുന്നു, അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ദുര്യോധനൻ ഓൾമോസ്റ്റ് തോൽക്കുന്ന ഒരു അവസ്ഥയിലായി. ആ സമയത്ത് അർജുനൻ വന്നിട്ടാണ് രക്ഷിക്കുന്നത്. ആ സമയത്ത് ദുര്യോധനൻ ഒരുപാട് കടപ്പാടും നന്ദിയും തോന്നുന്നു അർജുനനോട്. അന്ന് പറയുന്നുണ്ട്, അർജുന നിനക്ക് എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്, നീ എന്നെ സഹായിച്ചു. അപ്പോൾ അന്ന് അർജുനൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴൊന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം എന്ന് ഒരുപാട് വർഷങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അർജുനനും അത് മറന്നു. കൃഷ്ണൻ എന്നാൽ ഓർക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ ഇങ്ങനൊരു സംഭവം നടന്നത്? അതുകൊണ്ട് ആ ദിവസം ഇന്ന് വന്നു, നിനക്ക് ഒരു കാര്യം പോയി ദുര്യോധനോട് ചോദിക്കാനുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ അർജുനൻ ചോദിച്ചു, എന്താണ് ചോദിക്കേണ്ടത്? അപ്പോൾ ഇതെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ പോയി 5 അമ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. നാളെ ഭീഷ്മപിതാമൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള അത് നടന്നിരിക്കും. അദ്ദേഹത്തിന് ഭീഷ്മപിതാമൻ്റെ കയ്യിൽ ആ അമ്പുകൾ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. അതുകൊണ്ട് നീ പോയി അത് വാങ്ങിക്കണം. അപ്പോൾ അർജുനൻ ചോദിച്ചു, ഇത് ചെയ്യുന്നത് ശരിയാണോ? ഇങ്ങനെ ചെയ്യണോ? ആവശ്യമുണ്ടോ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടു. അർജുനൻ പോയി ദുര്യോധനോട് ചോദിക്കുന്നു. ദുര്യോധനൻ പറയുന്നു, അർജുനെ കണ്ടപ്പോൾ സന്തോഷമായി, വരൂ ഇരിക്കൂ, എന്ത് ഞാൻ ചെയ്തു തരണം? അർജുന എന്തുകൊണ്ട് നീ വന്നു? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ വെറുതെ വന്നതാണ്. അപ്പോൾ കാര്യം യുദ്ധം നടക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ശത്രുതയുള്ളൂ. അല്ലെങ്കിൽ യുദ്ധകളത്തിൽ അവർ പോരാടും. അല്ലാത്ത സമയത്ത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ അതായത് അവർക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം, അവരെ കാണാം, അതൊക്കെ സാധിക്കുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? യുദ്ധം അവസാനിപ്പിക്കണോ? ഞാൻ അവസാനിപ്പിക്കാനും തയ്യാറാണ്. ഇതെല്ലാം ദുര്യോധനൻ പറയണം അർജുനോട്. കാര്യം ദുര്യോധനൻ അറിയാം അർജുനൻ നിർത്തണമെന്ന് പറയില്ല എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസിലാണ് ചോദിക്കുന്നത്. വേണമെങ്കിൽ നീ എന്തുകൊണ്ട് വന്നു എന്നറിയില്ല, എന്തോ മനസ്സിലൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്, ഇനി യുദ്ധം വേണ്ടാന്ന് വെക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാം എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അർജുനൻ പറഞ്ഞു, അതൊന്നുമല്ല, യുദ്ധം നടക്കട്ടെ, എന്തായാലും നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം ചെയ്തു തരണം, അല്ലെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിൽ ചോദിക്കൂ, നീ പറയൂ. അപ്പോൾ ആ സമയത്ത് ഓർത്തുകൊണ്ട് പറഞ്ഞു അർജുനൻ, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതുപോലെ സംഭവിച്ചപ്പോൾ നീ എന്നോട് ചോദിച്ചിരുന്നു എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്നുള്ളത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ പറയാം എന്നുള്ളത്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചോദിക്കൂ, നീ എന്ത് വേണമെങ്കിൽ ചോദിക്കൂ, യുദ്ധം വേണമെങ്കിൽ നിർത്താം, നീ പറയുന്നത് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ 5 അമ്പുകൾ തരാൻ പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസിനൊന്നും ഇദ്ദേഹത്തിന് അർജുനൻ അറിയില്ല, കൃഷ്ണൻ അറിയാം. 5 അമ്പുകൾ എന്ന് ചോദിച്ചപ്പോൾ ദുര്യോധനൻ തല ചൊറിയുന്നു. അമ്പുകളെക്കുറിച്ച് എങ്ങനെ? ഇദ്ദേഹം പറഞ്ഞു, അർജുനൻ പറഞ്ഞു, കൊടുക്കാതിരിക്കാൻ പറ്റില്ല, വാക്ക് കൊടുത്തതാണ്, അതെടുത്ത് കൊടുത്തു. അങ്ങനെ ആ 5 അമ്പുകളായി അർജുനൻ തിരിച്ചു പോകുന്നു. അടുത്ത ദിവസം ഭീഷ്മ പിതാമഹൻ കാത്തിരിക്കുകയാണ്. യുദ്ധം തുടങ്ങാൻ സമയമായി. ഇദ്ദേഹം ഈ അമ്പ് കൊണ്ടു കൊടുക്കുന്നില്ല. അവസാനം ഭീഷ്മ പിതാമഹന് ദേഷ്യം വന്നു തുടങ്ങി. ദുര്യോധനനെ കാണാനില്ല. നേരെ ദുര്യോധനൻ്റെ
ഇതിലേക്ക് പോയി, ക്യാമ്പിലേക്ക് പോയി, അല്ലെങ്കിൽ ദുര്യോധനൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി ചോദിച്ചു, എവിടെ അമ്പ എവിടെ, നീ കാലത്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് ഇന്നലെ രാത്രി. അപ്പോൾ ആ സമയത്ത് ദുര്യോധനൻ വിഷമത്തോടുകൂടി ആകെ നാണക്കേടോടുകൂടി ഭീഷ്മ പിതാമഹനോട് പറഞ്ഞു, ഇന്നലെ ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഇതെല്ലാം ഒരേ ഒരാളാണ് ഇതിൻ്റെ പുറകിൽ, ഇതിനെല്ലാത്തിനും കാരണം കൃഷ്ണനാണ്. ഞാൻ ഇന്ന് ഒരു വ്രതമെടുക്കുന്നു, കൃഷ്ണനെ കൊണ്ട് യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനത്തെ, ആ വ്രതത്തെ ഞാനിന്ന് തെറ്റിക്കും, കൃഷ്ണനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും, ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. ഭീഷ്മ പിതാമഹൻ പിന്നെ അന്നത്തെ ദിവസം യുദ്ധം തുടങ്ങി. പ്രിയപ്പെട്ട ഭക്തരെ, മഹാഭാരതത്തിൽ പറയുന്നു, ഭീഷ്മ പിതാമഹൻ്റെ ശരങ്ങൾ അർജുനനും കൃഷ്ണനും കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. അത്ര വേഗത്തിലായിരുന്നു വരുന്നുണ്ട്. ആയിരക്കണക്കിന് ശരങ്ങൾ നിമിഷം നേരം കൊണ്ട് വരുവാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അർജുനൻ പറയുന്നു, കൃഷ്ണ എനിക്ക് ഒന്നും കാണുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൃഷ്ണന് പറഞ്ഞു, ഭീഷ്മ പിതാമഹൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്, ഒന്നും നമുക്കും ചെയ്യാൻ സാധിക്കില്ല. കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു അത്രയും ഫാസ്റ്റായിട്ടായിരുന്നു അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? രഥത്തെ അങ്ങനെയും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടും തിരിച്ചും കൊണ്ടും അദ്ദേഹം കൊണ്ടുപോവാണ്. കാര്യം ഇതിൽ നിന്ന് അർജുനനെ രക്ഷിക്കാൻ വേണ്ടി പലതും അദ്ദേഹം ഇങ്ങനെ മാറ്റിക്കൊണ്ടുവന്നു, രക്ഷിക്കുന്നു. ചില സമയത്ത് സ്പീഡ് കുറയ്ക്കുന്നു, സ്പീഡ് കൂട്ടുന്നു, വലത്തോട്ട് പോകുന്നു, ഇടത്തോട്ട് പോകുന്നു. ആ സമയത്ത് ഇതും നടക്കുന്നു. ചില സമയത്ത് കൃഷ്ണൻ രഥത്തെ ചവിട്ടുമ്പോൾ ഒരു കുറച്ച് ഇഞ്ച് താന്നു പോകുന്നു, അപ്പോൾ മോളിൽ നിന്ന് അസ്ത്രം പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുതിരകൾക്ക് വയ്യാതെയായി. അർജുനനോട് പറയുന്നുണ്ട്, കുതിരകൾ നീങ്ങുന്നില്ല വേണ്ട വേഗത്തിൽ. കാര്യം അത്രമാത്രം പ്രശ്നമാണ്. അന്നത്തെ ദിവസം ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ തുരതുര വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം അർജുനൻ രണ്ടും കൽപ്പിച്ച് അർജുനൻ അവിടെ വെച്ചു അമ്പും അസ്ത്രവും, അമ്പും ഇല്ലും, എനിക്ക് പറ്റുന്നില്ല. കൃഷ്ണൻ പറഞ്ഞു, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അവസാനം കൃഷ്ണന് മനസ്സിലായി, ഇതിൽ നിന്ന് അർജുനൻ്റെ മിക്കവാറും തല ഉടനെ തന്നെ പോവും. അങ്ങനെ അത്രമാത്രം വേഗത്തിലായിരുന്നു ഭീഷ്മ പിതാമഹൻ്റെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഇനി ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണൻ ഇറങ്ങി. കാര്യം രഥത്തിൻ്റെ കുതിരകൾക്ക് വയ്യാതെയായി, രഥം മോശമായി അവസ്ഥയിലായി. കാര്യം അത്രമാത്രം ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി അർജുനനെ ഇങ്ങനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാധിക്കാതെ ഉള്ളൊരവസ്ഥയായി. അവസാനം കൃഷ്ണൻ ഇറങ്ങിക്കൊണ്ട് രഥത്തിൻ്റെ ഒരു ചക്രം എടുക്കുന്നു. ആ ചക്രം എടുക്കുന്നത് ഭീഷ്മ പിതാമഹൻ കണ്ടു. ആ സമയത്ത് ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ അമ്പും വില്ലും താഴെ വയ്ക്കുന്നു. പിന്നെ അദ്ദേഹം നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത്. കാര്യം ഭീഷ്മ പിതാമഹൻ്റെ പ്രിയപ്പെട്ട ഭഗവാനാണ്. ഭീഷ്മ പിതാമഹൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ്. ഭഗവാനാണെങ്കിൽ ഭീഷ്മ പിതാമഹൻ അത്രയും പ്രിയപ്പെട്ടതാണ്. അവർ തമ്മിലുള്ള ദാസ്യ വീര്യരസം കൈമാറുന്നത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഭീഷ്മ പിതാമഹന് ഇനി എന്ത് കൃഷ്ണൻ ചെയ്യുന്നു എന്നുള്ളത് നോക്കുവാണ്. അദ്ദേഹം നിർത്തി. കൃഷ്ണൻ അവിടെ നിന്ന് ഇറങ്ങി ഈ ചക്രമെടുത്ത് ഓടുന്നു. ഈ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഓടി ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക്. അതാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ പറയുന്നത്. അതായത് എൻ്റെ വ്രതം സാധിപ്പിച്ചു തരാൻ വേണ്ടി അവനവൻ്റെ സ്വന്തം വ്രതത്തെ അദ്ദേഹം ത്യജിക്കുന്നു. കൃഷ്ണൻ്റെ വ്രതം എന്തായിരുന്നു? ആയുധം എടുക്കില്ല എന്നുള്ളത്. ഭീഷ്മ പിതാമഹൻ്റെ വ്രതം എന്തായിരുന്നു അന്നത്തെ ദിവസം? ഞാൻ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്നുള്ളത്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുന്നത് എൻ്റെ വ്രതം സത്യമാവാനും സത്യമാക്കാൻ വേണ്ടി, അത് നടത്താൻ വേണ്ടി അവനവൻ്റെ വ്രതം, കൃഷ്ണൻ സ്വന്തം വ്രതം മാറ്റിവെക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രോമിസ് അദ്ദേഹം മാറ്റിവെക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി ഇനി എൻ്റെ അടുത്തേക്ക് ഈ ചക്രമായിട്ട് വരുന്നു. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ദാമോദര മാധവേതി. രഥാംഗപാണേ, രഥത്തിൻ്റെ ചക്രമായിട്ട്
കൃഷ്ണൻ പോകുന്നു. ഭീഷ്മപിതാമഹൻ ആ ഒരു കാര്യമാണ് ഇപ്പോൾ ഓർക്കുന്നത്. എങ്ങനെയാണോ ഒരു സിംഹം ആനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അതേപോലെ എന്നാണ് പറയുന്നത്. സിംഹമായിട്ട് ഇവിടെ പറയുന്ന കൃഷ്ണനെ. കാര്യം സിംഹമാണ് ഏറ്റവും ശക്തിയുള്ള മൃഗം അല്ലേ, നമുക്കറിയാം. കാട്ടിലെ സിംഹം എങ്ങനെയാണോ ആനയുടെ അടുത്ത് അടികൂടാൻ പോകുന്നത്, അതേപോലെ കൃഷ്ണൻ രഥത്തിൻ്റെ ചക്രവുമായി ഭീഷ്മപിതാവിൻ്റെ എതിരെ ചാർജ് ചെയ്യുന്നു. ആ സമയത്ത് ഭീഷ്മപിതാവൻ ഓർക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ ഉത്തരീയം പറന്നു പോകുന്നുണ്ട്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു രംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഭീഷ്മപിതാമഹൻ അവിടെ നിൽക്കുന്നു. ഭീഷ്മപിതാവിനും അദ്ദേഹം എല്ലാം അവിടെ വെച്ചു. കാര്യം അദ്ദേഹം പിന്നെ അറ്റാക്ക് ചെയ്യുന്നില്ല. പിന്നെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അർജുനനാണെങ്കിൽ മനസ്സിലായി, കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങി ചക്രമെടുത്ത് പോകുന്നു, ഓടുകയാണ്, അങ്ങോട്ട് പോകുന്നു. അർജുനൻ ചാടി ഇറങ്ങി കൃഷ്ണൻ്റെ പുറകിൽ പോയി, കൃഷ്ണ ചെയ്യരുത്, ഇത് പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ഭഗവാൻ കൃഷ്ണന് ഭീഷ്മപിതാമഹനോടുള്ള സ്നേഹവും ഭഗവാൻ കൃഷ്ണന് ഭീഷ്മപിതാമഹനോടുള്ള സ്നേഹവും കൃഷ്ണന് അർജുനനോടുള്ള സ്നേഹവും നമുക്ക് കാണാം ഈ ഒരു രംഗത്തിൽ. അതേപോലെ ഭീഷ്മപിതാമഹൻ അർജുനനെ സ്തുതിക്കുന്നു, അർജുനൻ്റെ സ്ഥാനത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു. അതേപോലെ ഭീഷ്മപിതാമൻ ഭീഷ്മപിതാമന് കൃഷ്ണനോടുള്ള സ്നേഹവും അർജുനനോടുള്ള സ്നേഹവും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ അർജുനൻ്റെ സ്നേഹവും കൃഷ്ണനോടുള്ളതും ഭീഷ്മപിതാമഹനോടുള്ള സ്നേഹവും കാണാം. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 3 വ്യക്തികളാണ്. നമ്മളൊരു ട്രയാങ്കിൾ സങ്കല്പിക്കുകയാണെങ്കിൽ, ഇവിടെ കൃഷ്ണൻ, ഇവിടെ അർജുനൻ, ഇവിടെ ഭീഷ്മപിതാമഹൻ. ഇവർ 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമമാണ്, ഇഷ്ടമാണ്. ഭീഷ്മപിതാമഹൻ അർജുനനെ ഇഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നു. കൃഷ്ണൻ അർജുനനെ ഇഷ്ടപ്പെടുന്നു, ഭീഷ്മപിതാമഹനെ ഇഷ്ടപ്പെടുന്നു. അർജുനനും ഭഗവാൻ കൃഷ്ണനെ ഒരുപാട് ഇഷ്ടമാണ്, ഭീഷ്മപിതാമഹനെയും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് നമ്മളിവിടെ കാണുന്നത്. അതിമനോഹരമായിട്ട് ആചാര്യന്മാർ പറയുന്നു. എങ്ങനെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഭീഷ്മപിതാമഹൻ അദ്ദേഹം ചിന്തിക്കുന്നു, അർജുനനെ പോലെ ഒരു വരിഷ്ഠനായിട്ടുള്ള, അർജുനനെ പോലെ ഒരു ഭക്തൻ വേറെ ഇല്ല. ഒന്ന് നോക്കൂ, അദ്ദേഹം ചിന്തിക്കുന്നത് എങ്ങനെയാണ്. കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ അർജുനന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നു. ആ ഒരു സംരക്ഷണം ഏത് ലെവലിൽ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. അത്രമാത്രം സ്നേഹമാണ് അർജുനനോട് കൃഷ്ണനുള്ളത്. അതിൻ്റെ അർത്ഥം അർജുനൻ എത്രയോ വലിയ ഭക്തനാണ് എന്നുള്ളതാണ് ഭീഷ്മപിതാമഹൻ ചിന്തിക്കുന്നത് ആ സമയത്ത്. അതേ സമയത്ത് ഭീഷ്മപിതാമഹൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അർജുനനോടുള്ള ഒരു സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി കൃഷ്ണനോട് എങ്ങനെയാണ് ഭീഷ്മപിതാമഹൻ അദ്ദേഹം ഓർക്കുന്നത്? കൃഷ്ണനെ പോലെ ഭക്തവാത്സല്യമുള്ള, അതായത് കൃഷ്ണൻ്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് ഓർക്കുന്നു. അതായത് ഒരു രഥം ഓടിക്കുന്ന തേരാളിയാവാൻ പോലും അങ്ങനെയുള്ളൊരു റോള് പോലും എടുക്കുന്നു കൃഷ്ണൻ. മാത്രമല്ല, എൻ്റെ വ്രതം നിലനിർത്താൻ വേണ്ടി സ്വന്തം വ്രതത്തെ അദ്ദേഹം ത്യജിക്കുന്നു. ഇത്രമാത്രം ഭക്തവാത്സല്യം ഉള്ള വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭക്തവത്സലനാണ് എന്നോർത്തുകൊണ്ട് ഭീഷ്മപിതാമഹൻ്റെ കണ്ണിൽ ശരീരത്തിൽ ഇങ്ങനെ അഷ്ടസ്വാധിക വികാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനനെക്കുറിച്ച് ഓർക്കുമ്പോഴും കൃഷ്ണനെക്കുറിച്ച് ഓർക്കുമ്പോഴും ഇതെല്ലാം അവരുടെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സീനിൽ ഈ പറയുന്ന ട്രയാങ്കിൾ ലവ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഭീഷ്മപിതാമഹൻ അർജുനനോടുള്ള ആ ഒരു സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു, ഉള്ളിൽ തോന്നുന്നു. അതേപോലെ കൃഷ്ണൻ്റെ ആ ഒരു ഭക്തവാത്സല്യതയും അദ്ദേഹം ഓർക്കുന്നു. ഇനി നോക്കാം അർജുനൻ എങ്ങനെയാണ്. അർജുനൻ കൃഷ്ണൻ്റെ പുറകിൽ പോയി കാല് പിടിക്കുകയാണ് ചെയ്യുന്നത്. പോകരുത്, ഒന്നും ചെയ്യാൻ പാടില്ല, ഭീഷ്മപിതാമഹനെ ഒന്നും ചെയ്യരുത്, നമ്മുടെ മുത്തശ്ശൻ്റെ സ്ഥാനമാണ് ഉള്ളത്, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അല്ലെങ്കിൽ അർജുനൻ അദ്ദേഹത്തിൻ്റെ ഭീഷ്മദേവനോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കുന്നു അവിടെ. ഒന്നും ചെയ്യരുത് ഭീഷ്മപിതാമഹനെ പറഞ്ഞു.
പറഞ്ഞുകൊണ്ട്. അതേ സമയത്ത് അർജുൻ ഒരു കാര്യം കൂടെ കൃഷ്ണനോട് പറയുന്നുണ്ട്. അദ്ദേഹം കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്യരുത്, പോകരുത്. കൃഷ്ണനാണെങ്കിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അർജുനൻ പിന്നാലെ പോകുന്നു. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നു, കൃഷ്ണൻ അർജുനനെ വലിച്ചുകൊണ്ട് കുറച്ച് സമയം പോകുന്നുണ്ട്. കാര്യം അർജുനൻ നിലത്തിരിക്കുകയാണ്, മണ്ണിലിരുന്ന് കാല് പിടിക്കുകയാണ്. കൃഷ്ണൻ ആ കാലും പിടിച്ച് നടക്കുന്നു, വലിക്കുന്നു. അപ്പോൾ അർജുനൻ മണ്ണിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം. പറയുന്നുണ്ട് കൃഷ്ണ ചെയ്യരുത്, ഭീഷ്മപിതാമഹനൊന്നും ചെയ്യരുത്, നമ്മുടെ മുത്തശ്ശനാണ്. ആ സമയത്ത് ഒരു കാര്യം കൂടെ, അപ്പോൾ ഭീഷ്മപിതാമഹനോടുള്ള സ്നേഹം അർജുനൻ്റെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കൃഷ്ണനോടുള്ള സ്നേഹം അർജുനൻ അവിടെ പ്രകടിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു, കൃഷ്ണ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്നുള്ളൊരു വാക്ക് നീ കൊടുത്തിട്ടുണ്ട്, ഒരു വാക്കെടുത്തിരുന്നു, ഒരു വ്രതം എടുത്തിരുന്നു, അത് നീ തെറ്റിക്കുന്നു. ഇത് നിനക്കാണ് പ്രശ്നം. കാര്യം നിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ, ആ ഒരു കീർത്തിയാണ് ഇവിടെ അപഹരിക്കാൻ പോകുന്നത്. ആളുകൾ പറയും വാക്കിന് വിലയില്ല കൃഷ്ണന് എന്നുള്ളത്, അതുകൊണ്ട് നിനക്ക് നല്ലതല്ല, ചെയ്യരുത്, അതുകൊണ്ട് നിർത്തൂ, ചെയ്യരുത് എന്ന് പറയുന്നു. അപ്പോൾ കൃഷ്ണൻ്റെ ആ ഒരു കീർത്തിയെ ഇത് ബാധിക്കുമെന്നുള്ള ഒരു കൺസേണും കൂടെ ഉണ്ട് അർജുനന്. അപ്പോൾ കൃഷ്ണനോടുള്ള സ്നേഹം അർജുനൻ്റെ ആ ഒരു അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി കൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹം ഭീഷ്മപിതാമഹൻ്റെ അദ്ദേഹത്തിന് ഭീഷ്മദേവനോടുള്ള സ്നേഹം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതായത് ഭീഷ്മപിതാമഹൻ ഒരു തീരുമാനമെടുത്തു, ഇന്ന് അദ്ദേഹം എന്നെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ളത്, അത് എൻ്റെ ഭക്തനെടുത്ത തീരുമാനമാണ്, അത് ഞാൻ നിറവേറ്റി കൊടുക്കാൻ ഞാൻ എന്തും ചെയ്യും. അതിൽ എൻ്റെ വ്രതം മാറ്റിവെക്കണമെങ്കിൽ ഞാനതിന് തയ്യാറാണ്, എനിക്ക് വിഷയമല്ല. അതെന്തുകൊണ്ടാണ്? അത്രമാത്രം സ്നേഹമാണ് കൃഷ്ണനും ഭീഷ്മപിതാമഹനോടുള്ളത്. അതേപോലെ തന്നെ അർജുനനോടുള്ള സ്നേഹം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അർജുനനെ ഏത് രീതിയിലും എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു കൃഷ്ണൻ ചിന്തിച്ചിരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അർജുനനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും, ഇത് എൻ്റെ തീരുമാനമാണ്. അത് അദ്ദേഹം ചെയ്തു. അർജുനൻ്റെ പ്രൊട്ടക്ഷനിൽ അദ്ദേഹം ഒരുപാട് ശ്രദ്ധ കൊടുത്തു. എന്നാൽ സ്വയം എടുത്ത ആ ഒരു വ്രതം അദ്ദേഹം മുറിക്കുന്നു. അത് വിഷയമല്ല. കാര്യം അത് എനിക്ക് മോശമാവുന്ന കാര്യമായിരിക്കാം, എൻ്റെ പേരും എൻ്റെ കീർത്തിയായിരിക്കും നഷ്ടപ്പെടുന്നത്. പക്ഷേ എനിക്കത് വിഷയമല്ല. അതിനും കൂടുതൽ എനിക്ക് വേണ്ടത് അർജുനൻ്റെ സംരക്ഷണമാണ്. കൂട്ടത്തിൽ ഭീഷ്മപിതാമഹൻ്റെ വ്രതം, അദ്ദേഹത്തിൻ്റെ വാക്കും ശരിയാവണം. ഭഗവാൻ ഇങ്ങനെയാണ് എപ്പോഴും. ഭക്തരെന്ത് പറയുന്നു, ഭക്തർ എന്താണ് ചെയ്യുന്നത്, അവരുടെ വാക്കുകൾ അവരെന്ത് പറഞ്ഞു അത് സത്യമാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം വരുന്നു. നല്ലൊരു ഉദാഹരണമാണ് നരസിംഹദേവൻ വരുന്നതും. സത്യം വിദാതും നിജഭൃത്യ ഭാഷിതം വ്യാപ്തിം ഭൂതേഷു അഖിലേഷു ചാത്മനഃ. ആ ശ്ലോകത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു, സത്യം വിദാതും നിജഭൃത്യ ഭാഷിതം. ഭൃത്യൻ, ഭക്തരുടെ വാക്ക് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൃഷ്ണൻ അവിടെ അവതരിക്കുന്നു നരസിംഹദേവനായി. ആരുടെ വാക്കാണ്? അവിടെ പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു, എൻ്റെ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്നുള്ളത്. ഹിരണ്യകശിപു ചോദിച്ചു, തൂണിലുണ്ടോ? ഇദ്ദേഹം പറഞ്ഞു, ഉണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി തൂണിലിനകത്തു നിന്ന് വരുന്നു പുറത്തോട്ട്. അത് ഒരു ഭൃത്യൻ. ഇനി 2ാമത്തെ ഭൃത്യൻ ആരാണ്? നാരദമുനി. നാരദമുനി ഓർമ്മയുണ്ടോ? കയാതുവിനെ കെട്ടിയിടുന്ന സമയത്ത്, കയാതുവിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി, അതായത് നമ്മുടെ ദേവതമാരെ കൊണ്ടുവന്നു, അത് തട്ടിക്കൊണ്ടുവന്നു. ആ സമയത്ത് നാരദമുനി വന്ന് രക്ഷിക്കുന്നു, അല്ലേ? ഇതെല്ലാം നമുക്കറിയാം, ആ കഥയെല്ലാം അറിയാം. ആ സമയത്ത് നാരദമുനി ഇന്ദ്രനോട് പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കയാതു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ, വയറ്റിനകത്താണെങ്കിൽ ഹിരണ്യകശിപുവിനെ പോലുള്ളൊരു ദുഷ്ടനായിട്ടുള്ളൊരു രാക്ഷസൻ ആണ് അതിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തെ ഈ കുഞ്ഞിനെ വേണ്ട, അത് വലിയ ബുദ്ധിമുട്ടാവും. അച്ഛനെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി മകനും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? നാരദമുനി ചോദിച്ചു, നിനക്ക് എന്തറിയാം? ആരാണ് ഇതിനകത്തെന്ന് അറിയുമോ നിനക്ക്? അത് വിഷ്ണുവിൻ്റെ ശുദ്ധ ഭക്തനാണ് വയറ്റിനകത്തുള്ളത്, ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒറ്റൊരു വാക്കേ പറഞ്ഞുള്ളൂ നാരദമുനി. ആ സമയത്ത് ഇന്ദ്രനും മറ്റുള്ള ദേവതമാരും നാരദമുനിയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. മാത്രമല്ല കയാതുവിനെ പ്രദക്ഷിണം വയ്ക്കുന്നു, എന്നിട്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു.
നാരദമുനിയുടെ ആ ഒരു വാക്കിൽ അവർക്ക് വിശ്വാസമുണ്ട്. കാര്യം നാരദമുനി അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നാരദമുനി അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് ഇന്ദ്രനോടും ദേവതമാരോടും, ഇതിനകത്തുള്ളത് ഭക്തൻ, പരിശുദ്ധ ഭക്തനാണ്. ഈ ഭക്തന് വേണ്ടി ഭഗവാൻ ഏത് രൂപത്തിലും വരും സംരക്ഷിക്കാൻ വേണ്ടി. നിങ്ങളത് കണ്ടോളൂ, നിങ്ങൾക്കത് കാണാനുള്ളൊരു അവസരം ഉണ്ടാവുന്ന അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാക്കും കൂടെ, അങ്ങനെ ഒരു വാക്ക് നാരദമുനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ സത്യമാക്കണം. അപ്പോൾ രണ്ടാമത്തെ ഭൃത്യൻ ആരാണ്? നാരദമുനിയാണ്. നാരദമുനിയുടെ വാക്കും സത്യമാക്കാൻ വേണ്ടി നരസിംഹദേവൻ വരുന്നു. ആദ്യം പറഞ്ഞു പ്രഹ്ലാദൻ്റെ, ഇപ്പോൾ നാരദമുനിയുടെ. അതേപോലെ തന്നെ കുബേരൻ്റെ വേറെ ലീല, നമ്മൾ ഇത് വേറെ ലീലയല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇനിയുണ്ട്, ഇനി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഭഗവാൻ ഇങ്ങനെയാണ്, ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ശ്ലോകത്തിലെ മനോഹരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മനോഹരം, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹത്തെ കാണാൻ നമുക്ക് സാധിക്കും. ഭീഷ്മ പിതാമഹനും അർജുനും കൃഷ്ണനും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം. ട്രയാങ്കിൾ, ത്രികോണത്തെ ഓർത്താൽ മതി. ത്രികോണം പോലെ സ്നേഹം ബന്ധം. മനോഹരം, അതിമനോഹരം. ഒന്നും പറയാനില്ല കൂടുതൽ ഇതിനെക്കുറിച്ച്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അതിനും കൂടുതൽ ഇപ്പോൾ അതും ചേർത്തുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെയായി ആചാര്യന്മാരുടെ ആ ഒരു വീക്ഷണമൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഓക്കെ, സമയമായോ? ഒരു ശ്ലോകം കൂടെ നോക്കട്ടെ. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. 38. ശീതവിശിഖഹതോ വിശീർണദംശാ ക്ഷതച പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാര മദ്വധാർത്തം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ. ശിതവിശിഖഹതോ വിശീർണദംശഃ ക്ഷതച പരിപ്ലുതാ ആദയായിനോ മേ പ്രസഭം അവിസാസരമദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. മോക്ഷദായകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ ആത്യന്തികമായ പ്രവസ്യസ്ഥാനമായി തീരട്ടെ. യുദ്ധഭൂമിയിൽ എന്റെ മൂർച്ചയേറിയ ശരങ്ങളാൽ ഏർപ്പെട്ട മുറിവുകൾ നിമിത്തം ക്രോധത്താൽ എന്ന പോലെ അദ്ദേഹം എന്റെ നേരെ പാഞ്ഞടുത്തു. അദ്ദേഹത്തിന്റെ കവചം ഛിന്നഭിന്നമായിരുന്നു. മുറിവുകളാൽ അദ്ദേഹത്തിന്റെ ശരീരം രക്തം പുരണ്ടതുമായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ ബാക്കി ഭാഗം. അങ്ങനെ കൃഷ്ണൻ്റെ ശരീരത്തിൽ നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അസ്ത്രങ്ങളൊക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോരയെല്ലാം വരുന്നുണ്ട്, മുറിവുകളുമുണ്ട്. ഇതെല്ലാം ഭീഷ്മപിതാവൻ കാണുന്നു. കൃഷ്ണനാണെങ്കിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു, റോസാ പുഷ്പങ്ങൾ ഒരു ഭക്തൻ സമർപ്പിക്കുന്നത് പോലെയാണ് കൃഷ്ണൻ ഇതിനെ എടുക്കുന്നത്. അദ്ദേഹം ഇതിനെ സ്വീകരിക്കുന്നത്. എന്നാൽ ഭീഷ്മപിതാമഹൻ കാണുമ്പോൾ അദ്ദേഹം പറയുവാണ്, അതായത് ഇങ്ങനെ ശരീരമൊക്കെ മുറിഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. കൃഷ്ണൻ രഥത്തിൻ്റെ ആ ഒരു ചക്രമെടുത്ത് എൻ്റെ അടുത്തേക്ക് ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കവചമെല്ലാം പോയി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഉത്തരീയ പറക്കുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ പറയുന്നു കവചം ഒക്കെ ഛിന്ന ഭിന്നമായി. ശരീരത്തിൽ ചോരയും കാണാം, പല സ്ഥലങ്ങളിലും മുറിവുകളുമുണ്ട്. ഈ അസ്ത്രങ്ങൾ കൊണ്ടത് കാരണം എന്നുള്ളത് ഭീഷ്മപിതാമഹൻ പറയുന്നു. ഭഗവാൻ പരിശുദ്ധ പരമദൈവത്വം പുരുഷൻ ഭഗവാനെ ആയിരിക്കട്ടെ എൻ്റെ പരമമായിട്ടുള്ള ഗതി. അതാണ് പറയുന്നത്. ഗതിർ, എൻ്റെ പരമമായിട്ടുള്ള എൻ്റെ ഗതി എന്ന് പറയുന്നത് ആ ഭഗവാൻ ആയിരിക്കട്ടെ എന്നുള്ളതാണ് ഭീഷ്മപിതാമഹൻ ഇവിടെ പറയുന്നത്. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, അതായത്
ഒരു ഭക്തനെ സംബന്ധിച്ച് പ്രഭുപാദ് പറയുന്നതാണ്. അതായത് ഇതിൽ മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രഭുപാദ് പറയുന്നത് ഭക്തനെ സംബന്ധിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എതിർവശത്ത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് പോലും ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഭക്തർക്ക് സാധിക്കുന്നു. അതാണ് ഇവിടെ അതാണ് പ്രഭുപാദ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭഗവാനും ഭക്തരും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ് എന്നുള്ളത്. അത് ആർക്കും മനസ്സിലാവില്ല. ഭഗവാനും അറിയാം, ഭക്തനും അറിയാം. ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്നിട്ടാണ് ഭീഷ്മപിതാമൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരങ്ങളയക്കുന്നു, ശരീരത്തിൽ മുറിവുണ്ട്. എന്നാൽ ഭഗവാൻ അതൊരു സന്തോഷമാണ്. കാര്യം വീരരസം അദ്ദേഹം ആസ്വദിക്കുന്നു. അതേ സമയത്ത് ആ ഭക്തനും ആ ഒരു ഭാവത്തെ ഉൾക്കൊള്ളുന്നു. രണ്ട് കൂട്ടരും തമ്മിലുള്ള ആ ഒരു രസം കൈമാറുന്നുണ്ട്. ഇത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇതെങ്ങനെയാണോ എന്നുള്ളത്. അല്ലേ, ഇത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ്. അപ്പോൾ ഇതാണ് ഭക്തരും ഭഗവാനും തമ്മിലുള്ള ഡീലിങ്സ് എന്നുള്ളതാണ് പ്രഭുപാദ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭാവാർത്ഥത്തിൽ. പിന്നീട് പ്രഭുപാദ് പറയുന്നു, പുറമേ നിന്ന് ആളുകൾ നോക്കുമ്പോൾ തോന്നും ഭീഷ്മപിതാമൻ ഭഗവാനെ വേദനിപ്പിച്ചു എന്നുള്ളത്. ആക്ച്വലി വേദനയായിരുന്നില്ല, ഭഗവാന് സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. ഈ ഒരു യുദ്ധം കൊണ്ട് ആ ഒരു രസം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്, വീരരസം കൈമാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ഒരുപാട് ആനന്ദമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് താഴോട്ട് നോക്കുമ്പോൾ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭീഷ്മപിതാമഹൻ കൃഷ്ണൻ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒരു പ്രേമം, അതായത് ഒരു എന്താണ് പറയുന്നത് അവിടെ, ഒരു സ്നേഹബന്ധത്തിലുള്ള ഒരു സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ഒരു അടുപ്പം കാരണം എങ്ങനെയാണോ കൃഷ്ണൻ ഓടിപ്പോകുന്നത്, അതായത് ഒരു സ്നേഹിക്കുന്ന രണ്ടുപേരും തമ്മിൽ ആ ഒരു കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്നേഹവും സന്തോഷവും ഒരുപാട് ആഗ്രഹത്തോടു കൂടിയിട്ട് ഉള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും അല്ലേ. അതേപോലെയാണ് ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ പോകുന്നതെന്നാണ് പറയുന്നത്. അഭിസസാര എന്ന് ഇവിടെ പറയുന്നത്, ഇത് ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഒരു നായകൻ ഒരു നായികയുടെ അടുത്തേക്ക്, അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം പറഞ്ഞത്. ഒരു നായകൻ നായികയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്, അതായത് എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാത്തിനെയും മറന്നുകൊണ്ട് എല്ലാം മാറ്റിവെച്ചു. അതിൽ വ്രതമാവട്ടെ, അദ്ദേഹം എടുത്ത തീരുമാനങ്ങളാവട്ടെ, എല്ലാത്തിനെയും മാറ്റിവെച്ച് ഒരു നായകൻ എങ്ങനെയാണോ നായികയുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നത്, അതേപോലെയാണ് കൃഷ്ണൻ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ളത് ചക്രവർത്തി പാദം ഇവിടെ പറയുന്നു. ശ്രീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ അവസാനം പാരഗ്രാഫ് കഴിയുന്നേക്കാൾ ഒരു 3 വരി മുമ്പ് അദ്ദേഹം ഇത് പറയുന്നു. അത് ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെ കമൻട്രിയിലുള്ളതാണ് ആക്ച്വലി. അപ്പോൾ ഇതാണ് അതിമനോഹരമായിട്ടുള്ള ഒരു രംഗം. യുദ്ധകളത്തിലെ ഭീഷ്മപിതാമഹൻ അതെല്ലാം ഓർക്കുന്നു. അങ്ങനെ ആ ഒരു ഓർമ്മയിലാണ്, അല്ലെങ്കിൽ അതാണ് ഭീഷ്മപിതാമഹൻ്റെ മെഡിറ്റേഷൻ. ഇവിടെ അദ്ദേഹം ധ്യാനിക്കുന്നു ഭഗവാന്റെ ആ സ്വരൂപത്തെ. യുദ്ധത്തിൽ നടന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഓർക്കുന്നത്. ഇപ്പോൾ ഭീഷ്മപിതാമഹൻ്റെ മുമ്പിൽ അതേ കൃഷ്ണൻ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വരുന്നത് യുദ്ധകളത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഭീഷ്മപിതാമഹൻ്റെ ആ ഒരു വീരരസവും ദാസ്യരസവും വീരരസവും കലർന്നിട്ടുള്ളൊരു ഭാവമാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. 39ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ പഠിക്കാൻ ശ്രമിക്കാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु शिला प्रभुपाद की जय, श्री भीष्म पितामहन की जय, श्री भीष्म स्तुति की जय, समवेद गौर भक्तवृंद की जय, गौड़ीय गुरुवृंद की जय, श्री सच्चिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय, श्रील गुरुदेव की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे श्याम. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും ലയിച്ചിരിക്കുവായിരുന്നു പ്രഭു. ഉഷാകുമാരി മാതാജി എന്തെങ്കിലും പറയാനുണ്ടോ?
ഒന്നും വളരെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുകയാണ്. ഒക്കെ വളരെ അതിശയവും തോന്നിക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആദ്യം മുതൽ കേട്ടാൽ നന്നായിരുന്നു, പക്ഷെ ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കയറുന്നുണ്ട്. അതിന്റെ ഒരു ഇതുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല, എല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ താങ്ക് യു മാതാജി. കൃഷ്ണ പ്രഭു സംസാരിക്കുമ്പോ യുദ്ധം നേരിട്ട് കണ്ടപോലെ പ്രകൃതിയാ തോന്നുന്നു. ഭഗവാന്റെ വർണ്ണനകളൊക്കെ പറയുമ്പോ ഭഗവാനെ നേരിട്ട് യുദ്ധത്തിൽ നമ്മൾ കാണുന്ന പോലെ തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഈ എറിയുന്ന ചക്രം ചെന്ന് വീഴുന്ന സ്ഥലമല്ലേ ഏകചക്ര എന്ന് പറയുന്നത്? ആണോ? എനിക്കറിയില്ല, അങ്ങ് കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഏകചക്ര അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്, ശരിയാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഞാൻ പണ്ട് സ്കൂളില് പഠിച്ചപ്പോൾ ഇങ്ങനെ അർജുനൻ ഇങ്ങനെ കൃഷ്ണനെ പിടിച്ചിങ്ങനെ കൃഷ്ണൻ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം പെട്ടെന്ന് ഓർമ്മ വന്നു. ഈ പ്രഭു. ഹരേ കൃഷ്ണ. അർജുനൻ അവിടെ ഇരിക്കുവാണ്, പക്ഷെ ഭഗവാൻ അങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ രണ്ട് ചുറ്റും പോകുന്നതായിട്ടൊന്ന് സംഭവം എനിക്ക് തോന്നി. അതെ അതെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആക്ച്വലി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ദൂരം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. മ്യൂട്ടായി പോയല്ലോ ശോഭ മാതാജി. ചോദിച്ചോളൂ പ്രഭുജി. ഭഗവാൻ അദ്ദേഹത്തോട് യുദ്ധത്തിന് പോകുമ്പോഴ് അതിന് ഭഗവാൻ ഇങ്ങനെ പുറപ്പെടുന്നത് കണ്ട ഉടനെ തന്നെ ഭീഷ്മദേവൻ സറണ്ടർ ആയുധങ്ങളൊക്കെ വച്ചു. അപ്പം ഭഗവാൻ ആ റൂളും എന്ന് പറഞ്ഞ ആയുധം കയ്യിലില്ലാത്ത ആളോട് യുദ്ധം ചെയ്യരുതെന്ന് അതും കൂടെ ഭഗവാൻ വയലേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു, അല്ലേ പ്രഭുജി? ഭീഷ്മപിതാമഹൻ അവിടെ ഇതെല്ലാം വെക്കാൻ കാരണം വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭഗവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയോട് കൂടി അദ്ദേഹം എല്ലാം നിർത്തുന്നു. ക്ഷത്രിയ ഒരു ധർമ്മത്തേക്കാൾ അതിനപ്പുറത്ത് ഭഗവാനോടുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബഹുമാനമാണ് ഭീഷ്മപിതാമഹനിൽ ആ സമയത്ത് ഉണ്ടാവുന്നതും എന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവും നമുക്ക് കണക്കാക്കാവുന്നതാണ് ക്ഷത്രിയ ഒരു ധർമ്മത്തെക്കുറിച്ചും. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതാംബായി മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാവരും വരിക. ആദരപൂർവ്വം യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് ഈ സത്സംഗം മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരുപാട് ഭക്തജനങ്ങളുടെയും കൃപ വന്നു ചേരണം. അതുകൊണ്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. തരൂപേക്ഷ കൃപാ സിന്ധുപേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവ വൃന്ദ की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय, श्री अनंत पद्मनाभ स्वामी की जय. हरे कृष्ण प्रभु जी. धन्यवाद प्रणाम. दंडवत प्रणाम. ഹരേ हरे കൃഷ്ണ. कृष्ण. താങ്ക് യു പ്രഭുജി. हरे ധന്യവാദ് कृष्ण. പ്രണാം. हरे कृष्ण. ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्ण प्रभु.